പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെണ്ടയും തബലയൊന്നുമല്ല, DJ ഇഷ്ടമുള്ളവർക്ക്, ഇത്തിരി ഇടിയും കീലുക്കും ഒക്കെ ഉള്ള ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അത് കേട്ടാ. ഇത് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് 3 ബാൻഡിലാണ്. ഒരു ലോ ഫ്രീക്വൻസി, ഒരു മിഡ് ഫ്രീക്വൻസി, ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് മിഡ് ഫ്രീക്വൻസി ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ലോയും ഹൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാസ്റ്റബിളായിട്ട് പാട്ട് കേൾക്കാനും അത്യാവശ്യം DJ നല്ല ഇടിയും കിലുക്കവും നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ആസ്വദിക്കുന്നവർക്കായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് 2 IC ആണ്. ആദ്യത്തെ ഒരു IC വേണ്ടത് വോൾട്ടേജ് ഫോളോവറാണ്. രണ്ടാമത് വരുന്നത് ഒരു നോൺ ഇൻവെർട്ടർ ഗെയിൻ സർക്യൂട്ടാണ് അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇൻപുട്ടിലൊരു 1 MFD അല്ലെങ്കിൽ 470, 680, 560 NF ഏതെങ്കിലും കൊടുക്കണം. ഒരു 15K റെസിസ്റ്റർ കൊടുത്തതിന് ശേഷം ഒരു 100K ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ ഇൻവെർട്ടറും ഔട്ടുമായിട്ട് ഇൻറ്റേർണലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട് 2K2 റെസിസ്റ്റർ. അടുത്ത ഒരു നോൺ ഇൻവെർട്ടറാണ് വേണ്ടത്. നോൺ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ കൊണ്ട് കണക്ട് ചെയ്തിരിക്കണം. അവിടെ ഒരു 47K റെസിസ്റ്റർ കൊടുക്കണം. എന്നിട്ട് ഇൻവെർട്ടറും ഔട്ടുമായിട്ട് പ്രീസെറ്റ് അല്ലെങ്കിൽ ഒരു വോളിയം കൺട്രോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടറും നോൺ ഇൻവെർട്ടറുമാണ്. 2 ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഈ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നത്. അതിനായിട്ടൊരു 22K പൊട്ടൻഷ്യോമീറ്റർ എടുക്കണം. ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കണം രണ്ടുമായിട്ട്. പക്ഷേ ഇൻവെർട്ടറും ഔട്ടുമായിട്ടൊരു 100K പ്രീസെറ്റ് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് വെക്കണം. ഔട്ട് നമ്മുടെ ആംപ്ലിഫയറിലും ഇതിവിടെ ഇൻപുട്ടിൽ USB കണക്ട് ചെയ്യണം. ഓക്കെ, അതെല്ലാം ആയി. അതിനുശേഷം അതിപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പാട്ട് കേൾക്കാൻ പറ്റും. നല്ലൊരു ബാസും ട്രിബിളുമായിട്ട് തന്നെ ആൾറെഡി നല്ലൊരു പാട്ട് കേൾക്കാൻ സാധിക്കും. അതിന് ട്രിബിളിനായിട്ട് ഇൻവെർട്ടർ പോയിൻറ്റിൽ 3N3 ഒരു പോളിസ്റ്റർ 5K6 റെസിസ്റ്ററായിട്ട് എർത്തുമായിട്ട് കണക്ട് ചെയ്യുക, ഗ്രൗണ്ടുമായിട്ട്. 2 വോൾട്ട് സപ്ലൈ ആണല്ലോ അത്. അപ്പോൾ നമ്മുടെ ട്രിബിൾ ഫ്രീക്വൻസി കിട്ടും. ഈ റെസിസ്റ്ററിൻ്റെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ കൊടുത്ത് ട്രിബിൾ കൺട്രോൾ ചെയ്യാം. ഇതിവിടെ നിങ്ങൾക്ക് ഗെയിനും കൺട്രോൾ ചെയ്യാം. ട്രിബിളുമായി മിഡുമായി. ഇനിയാണ് നമ്മുടെ ലോ ഫ്രീക്വൻസി വരുന്നത്. ഒരു NE5532 JRC എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു ആമ്പ് ഡുവൽ ഓപ്പാമ്പിൻ്റെ ഒരു ഓപ്പാമ്പ് ചാനൽ എടുത്തതിന് ശേഷം ഇതേപോലെ ഇൻവെർട്ടറും ഔട്ടുമായിട്ട് ഇൻറ്റേർണലായിട്ട് കണക്ട് ചെയ്യുക. ഇൻവെർട്ടറിൽ ഇത് കണ്ടോ, 30K ഇല്ലാത്തതുകൊണ്ട് 2 15K റെസിസ്റ്ററാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. സീരിയൽ ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷം 150 NF ഔട്ടിലേക്ക് ഒരു 2K2 റെസിസ്റ്റർ കൊടുത്ത് ഫീഡ്ബാക്ക് ചെയ്യണം. അതിനുശേഷം 150 NFും 330 NFും പാരലൽ ചെയ്യണം. അതിൻ്റെ അടുത്ത പോയിൻ്റ്, അതായത് ഔട്ടിൻ്റെ ഈ പോയിൻ്റ് ആണ് നമുക്കിവിടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സെൻട്രൽ പോയിൻറ്റിൽ ഇവിടെ കൊണ്ടു കൊടുക്കേണ്ടത്. ഇതൊരു കൺട്രോളാണ്. ഇതാണ് നമ്മുടെ ബേസ് ലോ ഫ്രീക്വൻസി. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കേട്ടത്. സർക്യൂട്ട് കണ്ടല്ലോ അല്ലേ? ബാസിൻ്റെ സെക്ഷൻ സർക്യൂട്ടും. ഇത് ഫുൾ HD ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് വേണമെങ്കിൽ ഇതിനെ ഫുൾ HD കൺവേർട്ട് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ ഫുൾ HD ആക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല 420pയിലും 720pയിലും ഒക്കെ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് ക്ലിയർ ആയിട്ട് കിട്ടില്ല. സർക്യൂട്ട് കണ്ടല്ലോ, വാല്യൂ എല്ലാം കാണാമല്ലോ. ഓക്കെ.